വിവാദങ്ങൾ കത്തുന്നതിനിടെ ഇന്ന് AMMയിലെ ജനറൽ ബോഡി യോഗം ചേരുകയാണ്. ഈ യോഗത്തിനെത്തിയ ഏക പ്രമുഖനത് മോഹൻലാൽ മാത്രമാണ്. മറ്റെല്ലാവരും വിട്ടു നിൽക്കുകയാണ്. നേതൃത്വം മാറണമെന്നൊരു വിഭാഗം അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കും എന്നാണ് കേൾക്കുന്നത്. തർക്കങ്ങൾ പരിഹരിക്കുന്നതിൽ ഭരണസമിതി പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നും താൽക്കാലിക ഭരണസമിതിക്ക് ഭരണം കൈമാറണം എന്നുമാണ് അവിശ്വാസ പ്രമേയത്തിന്റെ കരട്. അതിനിടെ ജീവനക്കാരുടെ പരാതിയിൽ നിർബന്ധിച്ച് അവധിയിൽ പ്രവേശിപ്പിച്ച അമ്മയുടെ ട്രഷറർ ശിവപാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കെതിരെ രംഗത്തും വന്നു. കൊച്ചിയിൽ നിന്ന് അരുൺ ശങ്കർ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, മോഹൻലാൽ മാത്രമാണ് ഒരു പ്രമുഖൻ എന്ന് പറയാൻ ഈ ജനറൽ ബോഡിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇന്നിപ്പോൾ കുറേയധികം പരാതികൾ, കുറേയധികം വിഷയങ്ങളുണ്ട് പരിഗണിക്കാൻ. അൻസിബ മുതൽ ഇങ്ങോട്ടുണ്ട്. അവിശ്വാസ പ്രമേയം ആരാണ് അവതരിപ്പിക്കുക? ആരാണ് ആ ഒരു വിഭാഗം? എന്താണ് അവിശ്വാസ പ്രമേയത്തിന്റെ കരട്? മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള ഒരു പ്രതിസന്ധിയിലൂടെയാണ് അഭിനേതാക്കളുടെ സംഘടനയെ അമ്മ കടന്നു പോകുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് കൊച്ചിയിൽ സംഘടനയുടെ വാർഷിക ജനറൽ ബോഡി യോഗം ചേരുന്നത്. ഈ ജനറൽ ബോഡിയിൽ നിലവിലെ നേതൃത്വത്തിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കം നടത്തിയിട്ടുണ്ട്. ഈ അവിശ്വാസ പ്രമേയ നീക്കത്തിന് പിന്നിൽ ഉള്ളവരെ സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തമാക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. കാരണം അതിൽ ഒപ്പിട്ടവരാരൊക്കെ എന്നത് സംബന്ധിച്ചുള്ള രേഖ നമുക്ക് ലഭ്യമായിട്ടില്ല. അത് ആ രേഖ ലഭ്യമായാൽ മാത്രമേ ആരൊക്കെയാണ് ഇതിൽ പിന്നിലെന്ന് പറയാൻ കഴിയുകയുള്ളൂ. പക്ഷേ അതിനുവേണ്ടിയുള്ള ഒരു കരട് തയ്യാറാക്കേണ്ട കരട് നമുക്ക് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് നിലവിലെ നേതൃത്വം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പോലും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ സംഘടനയുടെ പ്രതിച്ഛായയ്ക്ക് ഇവരുടെ പ്രവർത്തനം കൊണ്ട് മങ്ങലേറ്റു. അതോടൊപ്പം തന്നെ എല്ലാ വർഷവും നടക്കാറുള്ള വാർഷിക ജനറൽ ബോഡി നടന്നിട്ടില്ല. അത്തരത്തിലുള്ള പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ നേതൃത്വം ഒഴിയണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പുതിയൊരു നേതൃത്വത്തിന്, അതായത് പുതിയൊരു താൽക്കാലിക സംവിധാനത്തിന് ഇതിൻ്റെ നേതൃത്വം കൈമാറണമെന്നുള്ളൊരു ആവശ്യമാണ് അവിശ്വാസ പ്രമേയത്തിൻ്റെ കരടിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അതിനുള്ള ചില സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. കാരണം ഇത്ര ദിവസത്തിനകം അവിശ്വാസ പ്രമേയം നോട്ടീസ് കൊടുക്കണം, അത്തരം കാര്യങ്ങളുണ്ട്. എന്തായാലും ഈ വിഷയം അമ്മയുടെ ഇന്നത്തെ യോഗത്തിൽ സജീവമായി തന്നെ ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ ഈ സംഘടനയുടെ വാർഷിക കണക്കാണ് അവതരിപ്പിക്കുന്നത്. ആ കണക്കിനെ സംബന്ധിച്ച് തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വിവരങ്ങൾ നൽകിയത്.